3 വയസ്സുകാരിയായ മകളെ തെരുവുനായ ആക്രമിച്ച സംഭവത്തിൽ നീതി ലഭിച്ചില്ലെന്നാരോപിച്ച സത്യാഗ്രഹവുമായി പിതാവ് കോട്ടക്കൽ പണിക്കരക്കുണ്ട് സ്വദേശി സോലിഹാണ് തെരുവുനായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിൽ സൂചനാ സത്യാഗ്രഹം നടത്തിയത്. കഴിഞ്ഞ 17-ന് ഉച്ചയോടെയാണ് സംഭവം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കോട്ടക്കൽ പണിക്കരക്കുണ്ട് KM സോലിഹിന്റെ മകൾ ഫാത്തിമ സെഹ മെഹക്കിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. തലയ്ക്കും കഴുത്തിനും ചെവിക്കും മുറിവേറ്റ കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയടക്കം വിവിധയിടങ്ങളിൽ ചികിത്സ നൽകി. വിഷയത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമായില്ല. ഇതോടെയാണ് നഗരസഭാ കാര്യാലയത്തിന് മുൻവശത്ത് തെരുവുനായ്ക്കളുടെ പ്ലക്കാർഡുമേന്തി സമരം നടത്തിയത്. ഉപവാസം മനുഷ്യാവകാശ പ്രവർത്തകൻ PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. ഉപദ്രവകാരികളായ നായ്ക്കളെ ഉന്മൂലനം ചെയ്യുക, അല്ലാത്തവയെ ABC കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നിവയാണ് സോലിഹിന്റെ ആവശ്യം. പരിക്കേറ്റ മകൾ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. എൻ്റെ മകള് 3 വയസ്സായ മകള് എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും അതുപോലെ തന്നെ പെങ്ങളും കുട്ടിയും ഒക്കെ ഉള്ള സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവുനായ വന്ന് കടിക്കുകയും മുടിക്കെട്ടിന് കടിക്കുകയും എൻ്റെ ഭാര്യ കുത്തിയ ശേഷം ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോവുകയും ആണ് ചെയ്തിട്ടുള്ളത്. ശേഷം ഞാൻ മലപ്പുറം ബ്ലോക്ക് ഹോസ്പിറ്റലിലും അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലും പോയിട്ട് ചികിത്സ തേടി. അതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു. സെക്രട്ടറി ആ പരാതിക്ക് മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ സർവീസ് ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. എൻ്റെ ആവശ്യം ചികിത്സാ സഹായം തരിക എന്നുള്ളതല്ല, എനിക്ക് കോമ്പൻസേഷൻ അനുവദിച്ചു തരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കോട്ടക്കൽ നിരവധി വിദേശികൾ നടക്കാനിറങ്ങുന്ന ഒരു സ്ഥലമാണ്. ആ കോട്ടക്കലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തെരുവുനായകൾക്കൊക്കെ മുറിവുകൾ നിങ്ങൾ കാണാം. അത് പരസ്പരം പോരടിച്ചിട്ടുള്ള മുറിവുകളാണ്. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യുക, അല്ലാത്ത തെരുവുനായ്ക്കളെ ABC സെൻറ്ററിൽ പ്രവേശിപ്പിക്കുക, എനിക്ക് തക്കമായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് രാവിലെ 10 മണി മുതലാണ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതൊരു സൂചന സത്യാഗ്രഹമാണ്. M5 ന്യൂസ്, മലപ്പുറം.